ഒടുവിൽ മുംബൈ വിജയവഴിയിൽ തിരികെ എത്തിയിരിക്കുന്നു. ബാറ്റർമാരെല്ലാം മികച്ച ഫോമിൽ തകർത്തടിച്ചപ്പോൾ ഒരു പടി മുകളിൽ നിന്നത് റൊമാരിയോ ഷെപ്പേഡിൻ്റെ വെടിക്കെട്ട് തന്നെയായിരുന്നു. ഗില്ലിൻ്റെ ഗുജറാത്തിനെ രാഹുലിൻ്റെ ലക്നൗ കീഴടക്കി. കൊൽക്കത്തയുടെ അപരാജിത കുതിപ്പിന് തടയിടാൻ ചെന്നൈ ഇന്നിറങ്ങുന്നുണ്ട്. IPL ആവേശത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. IPL-ൽ മുംബൈ ഇന്ത്യൻസിന് സീസണിലെ ആദ്യ ജയം. ഡൽഹി ക്യാപിറ്റൽസിനെ 29 റൺസിനാണ് മുംബൈ തോൽപ്പിച്ചത്. മുംബൈ ഉയർത്തിയ 235 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഡൽഹിയുടെ ഇന്നിംഗ്സ് 205 റൺസിൽ അവസാനിക്കുകയായിരുന്നു. രോഹിത് ശർമ്മയുടെയും ഇഷൻ കിഷൻ്റെയും ടിം ഡേവിഡിൻ്റെയും റൊമാരിയോ ഷെപ്പേഡിൻ്റെയും തകർപ്പൻ പ്രകടനമാണ് മുംബൈക്ക് മികച്ച സ്കോർ സമ്മാനിച്ചത്. 10 പന്തിൽ നിന്നും 39 റൺസ് എടുത്ത റൊമാരിയോ ഷെപ്പേഡാണ് ഇന്നലത്തെ കളിയിലെ താരം. ഇന്നലത്തെ മത്സരത്തിൻ്റെ വിശേഷത്തിലേക്ക് വന്നാൽ, ഇന്നലത്തെ മത്സരം അക്ഷരാർത്ഥത്തിൽ ഒരു വെടിക്കെട്ട് നടന്ന മത്സരം തന്നെയായിരുന്നു. കാരണം ആദ്യത്തെ ആ ഒരു ടീം 234 റൺസ്, മുംബൈ ഇന്ത്യൻസ് 234 എന്ന് പറയുന്ന വലിയൊരു സ്കോറാണ് പടുത്തുയർത്തിയത്. അത് പിന്തുടർന്ന ഡൽഹിക്ക് അവരുടെ സ്കോർ 205 അവസാനിക്കുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 205 റൺസായിരുന്നു ഡൽഹി ഇന്നലത്തെ മത്സരത്തിൽ അടിച്ചുകൂട്ടിയത്. എന്തായാലും രണ്ട് ടീമും കൂടെ ചേർന്ന് വലിയൊരു സ്കോർ, ഒരു 400-ന് മുകളിൽ സ്കോർ ചെയ്യുന്നൊരു കാഴ്ചയാണ് കണ്ടത്. മുംബൈയുടെ ഇന്നിങ്സിലേക്ക് വന്നാൽ രോഹിത് ശർമ്മയും ഇഷാൻ കിഷനും ചേർന്ന വെടിക്കെട്ട് തുടക്കം തന്നെയാണ് ഇന്നലെ മുംബൈക്ക് നൽകിയത്. 27 പന്തിൽ നിന്നും 49 റൺസാണ് രോഹിത് ശർമ്മ അടിച്ചു കൂട്ടിയത്. അതിൽ തന്നെ 6 ബൗണ്ടറികളും 3 സിക്സും ഉൾപ്പെടും. ഇഷാൻ കിഷൻ്റെ ബാറ്റിങ്ങിലേക്ക് വന്നാൽ 23 പന്തിൽ നിന്ന് 42 റൺസാണ് ഇഷൻ കിഷൻ അടിച്ചു കൂട്ടിയത്. 4 ബൗണ്ടറിയും 2 സിക്സും ഇഷൻ കിഷൻ അടിച്ചു കൂട്ടി. അതിനോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം, ഇന്നലെ ടീമിലേക്ക് മടങ്ങിയെത്തിയ സൂര്യകുമാർ യാദവ് വേണ്ട രീതിയിൽ പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ല. അദ്ദേഹം 2 പന്തിൽ നിന്നും റൺസൊന്നും എടുക്കാതെ മടങ്ങുന്നൊരു കാഴ്ചയാണ് ഉണ്ടായത്. നായകൻ ഹാർദിക് പാണ്ഡ്യയുടെ പ്രകടനത്തിലേക്ക് വന്നാൽ 33 പന്തിൽ നിന്നും 39 റൺസാണ് ഹാർദിക് പാണ്ഡ്യ സ്വന്തമാക്കിയത്. ടിം ഡേവിഡിലേക്ക് വന്നാൽ 21 പന്തിൽ നിന്നും 45 റൺസാണ് ടിം ഡേവിഡ് സ്വന്തമാക്കിയത്. ഇതിൽ നിന്നും ഏറ്റവും എടുത്തു പറയേണ്ടത് അവസാന ഓവറുകളിൽ ആഞ്ഞടിച്ച, അവസാനത്തെ ഒരു ഓവറിൽ 32 റൺസ് അടിച്ചു കൂട്ടിയ, 10 പന്തിൽ നിന്നും 39 റൺസ് എന്ന സ്കോർ നേടിയ റൊമാരിയോ ഷെപ്പേഡ് എന്ന താരത്തിൻ്റെ പ്രകടനം തന്നെയാണ്. അതാണ് ഇന്നലത്തെ മത്സരത്തിൽ ഏറ്റവും നിർണായകമായത്. മുംബൈയുടെ വിജയത്തിലും നിർണായകമായത് ആ ഒരു 39 റൺസ് തന്നെയാണ്. ആൻഡ്രിസ് നോർക്കയുടെ അവസാനത്തെ ഓവർ, ആ ഒരു ഓവറിൽ നേടിയ 32 റൺസ് തന്നെയാണ് ഇന്നലെ ശരിക്കും കളിയുടെ ഗതി നിർണ്ണയിച്ചത്. കാരണം 29 റൺസിനാണ് ഇന്നലെ ഡൽഹി പരാജയപ്പെട്ടത്. അവസാനത്തെ ഓവറിലെ 39 റൺസ് വഴങ്ങിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷേ ഡൽഹിക്ക് ഒരു വിജയം സ്വന്തമാക്കാൻ സാധിച്ചേനെ. എന്തായാലും അതുതന്നെയാണ് ഇന്നലത്തെ മത്സരത്തിൽ ഡൽഹിക്കെതിരെ മുംബൈയുടെ ബാറ്റിങ്ങിലെ ആ ഒരു കരുത്ത് അതുതന്നെയായിരുന്നു. ഇനി ഡൽഹിയുടെ പ്രകടനത്തിലേക്ക് വന്നാൽ, ഡൽഹി പൃഥ്വി ഷോ മികച്ച ഒരു പ്രകടനം തന്നെയാണ് ഡൽഹിക്ക് വേണ്ടി കാഴ്ചവെച്ചത്. 40 പന്തിൽ നിന്നും 66 റൺസാണ് പൃഥ്വി ഷോ നേടിയത്. ഡേവിഡ് വാർണറിന് കാര്യമായി തിളങ്ങാൻ ഇന്നലത്തെ മത്സരത്തിൽ സാധിച്ചില്ല. അദ്ദേഹം 10 റൺസിന് പുറത്താവുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. അഭിഷേക് പോറൽ 31 പന്തിൽ നിന്നും 41 റൺസുമായി പൃഥ്വി ഷോയ്ക്ക് മികച്ച ഒരു പിന്തുണ തന്നെ ഇന്നലെ നൽകിയിരുന്നു. പിന്നീട് എടുത്തു പറയേണ്ട ഒരു പ്രകടനം ട്രിസ്റ്റൻ സ്റ്റബ്സിൻ്റെയാണ്. 25 പന്തിൽ നിന്നും 71 റൺസുമായി സ്റ്റബ്സ് പുറത്താവാതെ നിന്നു. ഒരു ഘട്ടത്തിൽ ഡൽഹിയെ വിജയത്തിലേക്ക് അദ്ദേഹം എത്തിക്കും എന്നുവരെ തോന്നി. കാരണം ഒരു വശത്ത് അക്ഷർ പട്ടേലുമായി ചേർന്ന് അക്ഷർ പട്ടേൽ മികച്ച പിന്തുണ തന്നെ സ്റ്റബ്സിന് കൊടുത്ത് ഒരു മികച്ച സ്കോറിലേക്ക് പോയി. ഒരു ഘട്ടത്തിൽ വിജയത്തിലേക്ക് അവരെത്തിക്കും എന്നുവരെ തോന്നിയ ഒരു മത്സരം തന്നെയായിരുന്നു ഇന്നലത്തേത്. എന്തായാലും അതിനുശേഷം കളി മുംബൈ തിരിച്ച് പിടിക്കുകയായിരുന്നു. ഇന്നലത്തെ മത്സരത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം മുംബൈയുടെ ബൗളിങ്ങിലാണ്. ജസ്പ്രീത് ബുംറ എന്ന ആ ഒരു ബൗളറുടെ മികവ് ഇന്നലത്തെ മത്സരത്തിൽ നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. 4 ഓവറിൽ നിന്നും 22 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 2 വിക്കറ്റുകൾ ബുംറ സ്വന്തമാക്കി. അത് ഇന്നലത്തെ മത്സരത്തിൻ്റെ ഏറ്റവും ഹൈലൈറ്റാണ്. കാരണം 400-ന് മുകളിൽ സ്കോർ ചെയ്തൊരു മത്സരത്തിലാണ് ബുംറ വെറും 22 റൺസ് വിട്ടുകൊടുത്തത് എന്നതും ശ്രദ്ധേയകരമായ കാര്യമാണ്. കാരണം രണ്ടാമത്തെ ഇന്നിങ്സിൽ 205 റൺസാണ് ഡൽഹി അടിച്ചു കൂട്ടിയത്. ആ 205-നിടയിൽ 4 ഓവറിൽ നിന്നും 22 റൺസ് മാത്രം, അതായത് 6-ന് താഴെ 5.5 എക്കോണമി റേറ്റിലാണ് ഇന്നലെ ബുംറ പന്തെറിഞ്ഞത് എന്നുള്ളതും ശ്രദ്ധേയകരമായ കാര്യമാണ്. അപ്പോൾ അതാണ് ഇന്നലത്തെ ആദ്യത്തെ മത്സരത്തിൻ്റെ ഒരു വിശേഷം. അതാണ്, അതായത് മുംബൈ ഇന്ത്യൻസ് മത്സരത്തിലേക്ക്, വിജയ വഴിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഡൽഹിക്ക് മറ്റൊരു പരാജയം കൂടി നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് ഇന്നലത്തെ ആദ്യ മത്സരത്തിൻ്റെ വിശേഷങ്ങൾ. ഇനി നമുക്ക് ഇന്നലത്തെ രണ്ടാം മത്സരത്തിൻ്റെ വിശേഷത്തിലേക്ക് വന്നാൽ, ഗുജറാത്ത് ടൈറ്റൻസും
ലക്നൌവും തമ്മിലായിരുന്നു ഇന്നലത്തെ രണ്ടാമത്തെ മത്സരം. അതിലേക്ക് വന്നാൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ 33 റൺസിൻ്റെ ജയവുമായി KL രാഹുലിൻ്റെ ലക്നൗ സൂപ്പർ ജയൻസ് ആതിഥേയർ മുന്നോട്ട് വെച്ച 164 റൺസിൻ്റെ വിജയലക്ഷ്യത്തിന് മുന്നിൽ വെറും 130 റൺസിനാണ് ശുഭ്മാൻ ഗില്ലും സംഘവും വീണത്. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ലക്നൗ നിശ്ചിത 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിലായിരുന്നു 163 റൺസ് സ്വന്തമാക്കിയത്. എന്നാൽ ഗുജറാത്ത് 18.5 ഓവറിൽ 130 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. സീസണിലെ ആദ്യ 5 വിക്കറ്റ് നേട്ടവുമായി യുവ പേസർ യഷ് താക്കൂർ ലക്നൌവിൻ്റെ വിജയ ശില്പിയാവുന്ന ഒരു കാഴ്ചയ്ക്കും ഇന്നലെ നമ്മൾ സാക്ഷിയായി. എന്തായാലും അതാണ് ഇന്നലത്തെ രണ്ടാമത്തെ മത്സരം. ഗുജറാത്തിന് വീണ്ടും ഒരു പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നു. ലക്നൗ വീണ്ടും ഒരു ജയം സ്വന്തമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നലത്തെ മത്സരത്തിന് ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം. ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യാഷ് താക്കൂറിൻ്റെ 5 വിക്കറ്റ് പ്രകടനം തന്നെയാണ്. 3.5 ഓവറിൽ 30 റൺസ് വിട്ടുകൊടുത്ത് 5 വിക്കറ്റുകൾ നിർണായകമായ ഗുജറാത്തിൻ്റെ 5 വിക്കറ്റുകളാണ് അദ്ദേഹം സ്വന്തമാക്കിയത്. അതാണ് ഇന്നലത്തെ രണ്ടാമത്തെ മത്സരത്തിൻ്റെ വിശേഷങ്ങൾ. എന്തായാലും ലക്നൗ വീണ്ടും ഒരു വിജയം സ്വന്തമാക്കിയിരിക്കുന്നു. ഗില്ലിൻ്റെ ഗുജറാത്തിന് വീണ്ടും ഒരു തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലത്തെ മത്സരത്തിൽ സായ് സുദർശൻ ഗുജറാത്തിന് വേണ്ടി 31 റൺസാണ് എടുത്തത്. നായകൻ ശുഭ്മാൻ ഗില്ലിന് 19 റൺസ് മാത്രമാണ് കൂട്ടിച്ചേർക്കാനായത്. പിന്നെ ഇങ്ങോട്ട് രാഹുൽ തെവാട്ടിയ മാത്രമാണ് ഗുജറാത്ത് നിരയിൽ ഒരു ഭേദപ്പെട്ട പ്രകടനം 25 പന്തിൽ നിന്ന് 30 റൺസ് എടുത്തൊരു ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചത് രാഹുൽ തെവാട്ടിയ മാത്രമായിരുന്നു. ഇന്നലെ ആദ്യം ബാറ്റ് ചെയ്ത ലക്നൌവിന് വേണ്ടി KL രാഹുൽ 31 പന്തിൽ നിന്ന് 33 റൺസ് സ്വന്തമാക്കി. അവർക്ക് വേണ്ടി ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് മാർക്കസ് സ്റ്റോയിനിസ് ആയിരുന്നു. 43 പന്തിൽ നിന്നും 58 റൺസാണ് സ്റ്റോയിനിസ് സ്വന്തമാക്കിയത്. അതുപോലെ തന്നെ 22 പന്തിൽ നിന്നും 32 റൺസ് എടുത്ത് നിക്കോളാസ് പൂരൻ പുറത്താവാതെ നിന്നു. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു താരം തന്നെയാണ് നിക്കോളാസ് പൂരൻ. എന്തായാലും അദ്ദേഹം ഇന്നലത്തെ മത്സരത്തിൽ മികച്ചൊരു പ്രകടനം തന്നെ 22 പന്തിൽ നിന്ന് 32 റൺസ് പൂരൻ സ്വന്തമാക്കി. അതാണ് ഇന്നലത്തെ രണ്ടാമത്തെ മത്സരത്തിൻ്റെ വിശേഷങ്ങൾ. ഇനി നമുക്ക് ഇന്നത്തെ മത്സരത്തിൻ്റെ വിശേഷങ്ങളിലേക്കാണ് പോകേണ്ടത്. ഇന്ന് IPL കരുത്തരായ 2 ടീമുകൾ ഇന്ന് നേർക്കുനേർ വരുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട്. ഇന്ന് ചെന്നൈയുടെ മത്സരമുണ്ട്. IPL വിജയവഴിയിൽ തിരിച്ചെത്താൻ ചെന്നൈ സൂപ്പർ കിങ്സ് ഇന്ന് ഇറങ്ങുന്നുണ്ട്. അപരാജിത കുതിപ്പുമായി എത്തുന്ന കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ് ചെന്നൈയുടെ എതിരാളികൾ. പ്രധാന താരങ്ങളുടെ സ്ഥിരതയില്ലാത്ത പ്രകടനമാണ് ചെന്നൈയുടെ ഏറ്റവും വലിയ തലവേദന. എന്നാൽ ബാറ്റിങ്ങിലും ഒപ്പം ബൗളിങ്ങിലും ഒരുപോലെ മികച്ച പ്രകടനമാണ് കൊൽക്കത്ത പുറത്തെടുക്കുന്നത്. അതുതന്നെയാണ് കൊൽക്കത്തയുടെ കരുത്തും അതുതന്നെയാണ്. എന്തായാലും ഇന്നത്തെ മത്സരത്തിൻ്റെ വിശേഷത്തിലേക്ക് വന്നാൽ ഇന്ന് പറഞ്ഞതുപോലെ തന്നെ IPL മികച്ച 2 ടീമുകൾ നേർക്കുനേർ വരികയാണ്, ചെന്നൈയും കൊൽക്കത്തയും. ഈ സീസണിൽ ഇതുവരെ ഒരു മത്സരം പോലും തോൽവി ഏറ്റുവാങ്ങാത്ത ഒരു ടീം തന്നെയാണ് കൊൽക്കത്ത. കളിച്ച 3 മത്സരങ്ങളിലും അവർ ജയിക്കുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. എന്തായാലും കൊൽക്കത്തയ്ക്ക് ഇന്ന് വിജയം തുടരാൻ ആയിരിക്കും ഇന്ന് കൊൽക്കത്ത എന്തായാലും ഇറങ്ങുക. ചെന്നൈക്ക് 2 മത്സരങ്ങൾ, ആദ്യത്തെ 2 മത്സരം വിജയിച്ച ചെന്നൈ പിന്നീടുണ്ടായ 2 മത്സരങ്ങളിലും പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. ചെന്നൈ വിജയവഴിയിലേക്ക് തിരിച്ചെത്താനായിരിക്കും ചെന്നൈ എന്തായാലും ഇന്ന് ഇറങ്ങുന്നത്. മത്സരം നടക്കുന്നത് ചെന്നൈയുടെ ഹോം ഗ്രൗണ്ടായുള്ള ചിദംബരം സ്റ്റേഡിയത്തിലാണ്. ചെന്നൈയിലെ ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുക. എന്തായാലും ഇന്നത്തെ മത്സരം കഴിഞ്ഞ മത്സരങ്ങളിൽ നിന്നും ശ്രദ്ധിച്ചതുപോലെ തന്നെ ധോണിയുടെ ഒരു പ്രകടനത്തിനൊക്കെ വേണ്ടിയായിരിക്കും ഇന്ന് ആരാധകരൊക്കെ കാത്തിരിക്കുന്നത്. CSKയുടെ കാര്യത്തിലേക്ക് വന്നാൽ CSK പ്രധാനമായും അവരുടെ ബാറ്റിങ്ങിലെ കരുത്ത് കഴിഞ്ഞ മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ശിവം ദുബെ തന്നെയാണ്. 4 മത്സരങ്ങളിൽ നിന്ന് 148 റൺസാണ് ദുബെ സ്വന്തമാക്കിയത്. ദുബെ തന്നെയാണ് അവരുടെ ബാറ്റിങ്ങിലെ ഏറ്റവും വലിയ കരുത്ത്. രഹാനെ കഴിഞ്ഞ മത്സരങ്ങളിൽ മികച്ച പ്രകടനമാണ് എടുത്തത്. അദ്ദേഹം 4 മത്സരങ്ങളിൽ 119 റൺസാണ് രഹാനെ സ്വന്തമാക്കിയത്. രജിൻ രവീന്ദ്ര കഴിഞ്ഞ മത്സരങ്ങളിൽ ഒരു മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കാതിരുന്നതാണ് കൊൽക്കത്തയ്ക്കെതിരെ ചെന്നൈ ഇന്ന് ഇറങ്ങുമ്പോൾ രജിൻ രവീന്ദ്രയുടെ ഒരു പ്രകടനവും ആളുകളൊക്കെ ഉറ്റുനോക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് ആരാധകരൊക്കെ ഉറ്റുനോക്കുന്നത് മറ്റൊരു കാര്യം കൊൽക്കത്തയുടെ വെടിക്കെട്ടാണ്. കൊൽക്കത്തയുടെ സുനിൽ നരയൻ മികച്ച ഫോമിലാണ്. അതുപോലെ റിങ്കു സിംഗിൻ്റെ ഫോം അടക്കമുള്ളത് കാര്യങ്ങളൊക്കെ ആരാധകർ നോക്കുന്നുണ്ട്. എന്തായാലും ഈ മത്സരത്തിൻ്റെ ആവേശങ്ങൾ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ നമുക്ക് 8:15 വീണ്ടും IPL ആവേശത്തിൽ കാണാം. IPL ആവേശത്തിന് ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നും ഒരു മികച്ച വെടിക്കെട്ട് പ്രകടനം ചെന്നൈയും കൊൽക്കത്തയും തമ്മിൽ ഉള്ളൊരു പ്രകടനം നമുക്ക് എന്തായാലും കാണാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ IPL ആവേശം ഇവിടെ പൂർണ്ണമാവുകയാണ്. നാളെ രാവിലെ 8:15 നമുക്ക് വീണ്ടും കാണാം. നമസ്തേ.